ഹായ് കൂട്ടുകാരെ, 2023-24 നടന്ന സെക്കൻഡ് ഇവാലുവേഷൻ മാത്തമാറ്റിക്സ് എക്സാമിൽ നമ്മുടെ ടാൻജൻസ് എന്ന ചാപ്റ്ററിൽ നിന്നും ചോദിച്ചൊരു ചോദ്യമാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ക്യുലറ്റിന്റെ ക്വസ്റ്റ്യൻ പ്ലസ് സീരീസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ടാൻജൻസ് ആണെന്ന് എങ്ങനെ മനസ്സിലായി എന്നല്ലേ? ഇവിടെ ടാൻജന്റ് തൊടുവരകളൊക്കെ ഉള്ള ഒരു പടമാണല്ലോ കിടക്കുന്നത്. അങ്ങനെയാണ് നമ്മൾ ടാൻജൻസ് ആണെന്ന് മനസ്സിലാക്കിയത്. ഓക്കെ, അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ വാട്സപ്പ് ചാനലിൽ നോക്കിയാൽ മതി. അതേപോലെ ഒരു കാര്യം കൂടി പറയട്ടെ, നമ്മുടെ ഫൈനൽ എക്സാം വന്നുകൊണ്ടിരിക്കുന്നതിനാൽ എന്ത് ചെയ്യണം, നമ്മുടെ ഓരോ ചാപ്റ്ററിൽ നിന്നും മാത്സിലെ ഓരോ ചാപ്റ്ററിൽ നിന്നും ഓരോ ചോദ്യം വെച്ചിട്ട് ഡെയിലി ചെയ്യണം. അതായത് 11 ചാപ്റ്റർ ഉണ്ട്. അപ്പോൾ ഒരു ദിവസം 11 ക്വസ്റ്റ്യൻസ് എങ്കിലും വെച്ചിട്ട് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാം, നല്ല രീതിയിൽ സ്കോർ ചെയ്യാം. കാരണം ഈ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ മാത്രം നമ്മൾ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് ഒരു വീഡിയോസ് ഡെയിലി ഇടുന്നത് കൊണ്ട് നമുക്ക് മനസ്സിലായ ഒരു കാര്യം, ഇതിങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് പല ചോദ്യങ്ങളും സംഖ്യകളിലൊക്കെ മാറ്റമുണ്ട്, ചിലപ്പോൾ പേരുകളിലൊക്കെ മാറ്റം കാണാം. പക്ഷെ ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് ഒരേ മെത്തേഡിലുള്ള ചില കണക്കുകളൊക്കെ വരാറുണ്ട്. ഓക്കെ, അങ്ങനെയുള്ള കണക്കുകൾ നമുക്ക് ഈ വർഷവും പ്രതീക്ഷിക്കാം. നമുക്കിത് ചെയ്യാം. ഇതിൽ നമ്മൾ ആദ്യമായിട്ട് ഈ ടാൻജന്റുകൾ പഠിക്കുമ്പോൾ ആദ്യമായിട്ട് ഓർക്കേണ്ട ഒരു സാധനം, ഒരു സർക്കിളിന്റെ വെളിയിൽ നിന്നും സർക്കിളിലേക്ക് വരയ്ക്കാൻ പറ്റുന്ന ടാൻജന്റുകളുടെ എണ്ണം, മാക്സിമം ടാൻജന്റുകൾ 2 ആ 2 ഈക്വലുമാണ്. ഓക്കെ, അതേപോലെ സർക്കിളിന്റെ സെന്ററും ടാൻജന്റിന്റെ ആ പോയിന്റ് ഉണ്ടല്ലോ, സർക്കിളിൽ മുട്ടുന്ന പോയിന്റ് ഉണ്ടല്ലോ, ആ പോയിന്റും തമ്മിൽ വരയ്ക്കുന്ന റേഡിയസ് ഈ ടാൻജന്റും എന്തായിരിക്കും, 90 ഡിഗ്രി ആയിരിക്കും ആംഗിൾ ഉണ്ടാക്കുന്നത്. ഓക്കെ, ഇത്രയും ഓർത്ത് വെക്കുക. ഇനി നമുക്ക് വേറെ കാര്യം കൂടെ ഇതിൽ പറയാനുള്ളത്, സർക്കിള് വെളിയിലുള്ള പോയിന്റ്, അവിടെ നിന്ന് രണ്ട് എന്താണ് ടാൻജന്റുകൾ ഈക്വൽ ആയിട്ടുള്ളത് വരയ്ക്കുന്നു. സർക്കിളിന്റെ സെന്റർ ഇതേപോലെ റേഡിയസ് ഇങ്ങനെ വരയ്ക്കുന്നു. ഈ 2 ആംഗിളും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര ഡിഗ്രി കിട്ടും? 180 ഡിഗ്രി കിട്ടും. അതും കൂടി ഓർത്ത് വെച്ചിരിക്കുക. ഇനി നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇവരുടെ ചോദ്യം. ഇവിടെ ഒ എന്ന് പറയുന്ന സെന്ററുള്ള സർക്കിൾ ഉണ്ട്. അതിൽ സി ബി എന്ന് പറയുന്ന പോയിന്റിലേക്ക് എ എന്ന് പറയുന്ന വെളിയിലുള്ള പോയിന്റിൽ നിന്ന് 2 ടാൻജന്റുകൾ വന്ന് മുട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്കറിയാം ഈ എ ബിയും ഈ എ സിയും എന്താണ്, ഈക്വൽ ആണെന്ന് അറിയാം. ഓക്കെ, പിന്നെ ഇവിടെ ഒരു വേറൊരു പി ക്യു എന്ന് പറയുന്ന ഒരു ടാൻജന്റ് പോയിട്ടുണ്ട്. അപ്പം അത് 6 എന്ന് പറയുന്ന സർക്കിളിന്റെ പോയിന്റിലാണ് മുട്ടിയേക്കുന്നത്. അന്നേരവും നമുക്കറിയാം ഈ പി ആറും പി ബിയും ഈക്വൽ ആണ്. ഓക്കെ, ഇവിടെ ക്യു ആറും ക്യു സിയും ഈക്വൽ ആണ്. അത്രയും കാര്യങ്ങൾ നമുക്ക് അതിൽ നിന്ന് പെട്ടെന്ന് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. പിന്നെ ഇപ്പൊ എ പി ക്യു എന്ന് പറയുന്നത് ഒരു ട്രയാങ്കിൾ ആയിട്ട് മാറിയിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നോക്കാം. ബി പി ക്യു, എ ചോദ്യം ആംഗിൾ ബി പി ക്യു എന്താണെന്നാണ് നമ്മൾ ചോദിച്ചത്. ബി പി ക്യു, അതായത് ഈ ആംഗിൾ എത്രയാണെന്നാണ് നമ്മളോട് ചോദിച്ചത്, ബി പി ക്യു. ഓക്കെ, അത് നമുക്ക് ലീനിയർ പെയറിന്റെ രീതി വെച്ചിട്ട് പറയാം. ശരിയാണോ? ഇവിടെ 70 ആണെങ്കിൽ ബാക്കി ഇവിടെ 110 ഡിഗ്രി. ശരിയല്ലേ? അവിടെ വെറും ലീനിയർ പെയർ മാത്രം നോക്കിയാൽ മതിയോ. ബി പി ക്യു ഇസ് ഈക്വൽ ടു 110 ഡിഗ്രി. പിടികിട്ടിയോ? ഒന്നാമത്തെ ചോദ്യം ഇങ്ങനെയാണ്, ഒരു ലൈന്, അതിൽ ഇങ്ങനെ ഒരു വര വരച്ചു 70 ഡിഗ്രി, അപ്പൊ അതിന്റെ അപ്പുറം 110 ഡിഗ്രി. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം ഫൈൻഡ് ആംഗിൾ ഒ പി ക്യു. ഒ പി ക്യൂവും കാണണം, ആംഗിൾ ഒ ക്യു പിയും കാണണം. ഓക്കെ, ഒ പി ക്യു നോക്കാം. ഒ പി ക്യു, അതേപോലെ ഒ ക്യു പി. ഓക്കെ, അപ്പൊ അത് രണ്ടും കാണണം. അത് രണ്ടും കാണണമെങ്കിൽ അതിനൊരു വഴിയുണ്ട്. നമുക്ക് അതാണ്ട് ഈ രീതി എടുക്കാം. ഈ ആംഗിൾ കൂട്ടിയ 180 ആണെന്നാണല്ലോ നമ്മൾ പറഞ്ഞത്. അപ്പൊ ഇവിടെ ഇവിടെ 50 ആണെങ്കിൽ ഇതിനകത്ത് ബാക്കി എത്ര ആയിരിക്കും? 130 ആയിരിക്കും. പിടികിട്ടിയോ? ആ സർക്കിള് അപ്പുറം വേണം, ഞാൻ ഇങ്ങോട്ടൊന്ന് മാറ്റി വരയ്ക്കാം. ഇവിടെ വെളിയിലുള്ള സർക്കിളിൽ നിന്നും ടാൻജന്റ് അല്ലല്ലോ,
ടാൻജന്റ് അല്ല. നമ്മൾ ഇങ്ങനെ മുട്ടിച്ചാലേ നമുക്ക് ആ ആംഗിൾ അങ്ങനെ പറയാം. ഓക്കെ, വേറെ എന്തെങ്കിലും വഴി എന്ന് പറഞ്ഞാൽ വേറെ എന്തെങ്കിലും വഴി? എന്തായാലും ഒരു കാര്യം മനസ്സിലായത്, ഈ രണ്ട് ആംഗിളും തുല്യമായിരിക്കില്ലേ? റേഡിയസ് വെളിയിൽ ഇറങ്ങിയിട്ടുണ്ട്. ഓക്കെ, റേഡിയസ് വെളിയിൽ ഇറങ്ങിയത് കൊണ്ട് അതിന്റെ സാധ്യത OPQ. കിട്ടുന്നില്ലല്ലോ. ഈ സ്കോട്ടിലാറ്ററൽ, അടുത്തൊരു ചോദ്യം കൂടെ വായിക്കാം. ഈ സ്കോട്ടിലാറ്ററൽ APOQ എന്ന് പറയുന്ന ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണ് എന്തുകൊണ്ട് എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, അത് തമ്മിൽ എന്ത് ചെയ്താല് ഓപ്പോസിറ്റ് ആംഗിൾസ് തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ 180 ഡിഗ്രി കിട്ടുന്നത് കൊണ്ടാണ് നമുക്കത് സൈക്ലിക് ആണെന്ന് പറയാൻ പറ്റുന്നത്. അപ്പൊ ഇവിടെ അങ്ങനെയാണെങ്കിൽ ഈ 50 ഇവിടെ 130 വരണം. ശരിയല്ലേ? ശരിയാണ്. നമ്മൾ ചെയ്തത് ശരിയാണ്, പക്ഷെ അതിന് ഒരു പ്രൂഫ് വേണമല്ലോ. ഇവിടെ 130 എന്ത് റീസൺ കൊണ്ട് കൊണ്ടുവന്നു എന്നുള്ളതിനൊരു പ്രൂഫ് വേണം. ഇവിടെ നമുക്ക് എത്ര ഡിഗ്രിയാണ്? 110 ഡിഗ്രി. 110 ഡിഗ്രി കിട്ടി. അവിടെ 110 ആയതുകൊണ്ട് ഓക്കെ, ഞാൻ ഈ ഒരു ട്രയാങ്കിൾ ഒന്ന് ഫില്ല് ചെയ്യാൻ പോവാണ്. അതായത് ഇവിടെ 50 ഡിഗ്രി, ഇവിടെ 70 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ ഇവിടെ എത്ര ഡിഗ്രി ആയിരിക്കും? 70ഉം 50ഉം 120. ബാക്കി ഇവിടെ 60 ഡിഗ്രി. ശരിയല്ലേ? ഇവിടെ 60 ഡിഗ്രി. അവിടെ 60 ഡിഗ്രി വന്നു കഴിഞ്ഞാൽ ഇവിടെ മൊത്തത്തിൽ 120 ഡിഗ്രി വരും. ശരിയല്ലേ? ഓക്കെ, ആലോചിച്ചിട്ട് കിട്ടുന്നില്ല. നിങ്ങളും ആലോചിച്ച് നോക്കുക. ആലോചിച്ച് പെട്ടെന്ന് ഒരെണ്ണം കിട്ടുന്നില്ല. ഞാൻ ഒന്ന് ആലോചിച്ചിട്ട് കുറച്ച് സമയം എടുത്തു. ഓക്കെ, കിട്ടിപ്പോയി. സംഭവം ഇതാണ്. അതായത് കുറെ നേരം ആലോചിച്ചു കേട്ടോ. ആലോചിച്ച് കഴിഞ്ഞപ്പോ ശരിക്കും ആലോചിച്ച് കഴിഞ്ഞപ്പോ കിട്ടിയില്ല. പിന്നെ ഒരു ആൻസർ ഷീറ്റ് റെഫർ ചെയ്തപ്പോൾ കിട്ടിയൊരു സാധനമാണ്. നമ്മൾ ശ്രദ്ധിക്കാതെ പോയൊരു സാധനമാണ്. അതായത് നമ്മൾ ഈ പ്രോപ്പർട്ടിയിലുള്ള കണക്ക് എപ്പോഴും വരാറില്ലാത്തത് കൊണ്ട് ആ പ്രോപ്പർട്ടി എന്ത് ചെയ്തില്ല, അങ്ങനെ ശ്രദ്ധിച്ചില്ല. ഇതിനകത്ത് തന്നെ ഉള്ളതാണ്. അതായത് ഓർത്തിരിക്കേണ്ടത് ഇങ്ങനെയാണ്: നമ്മൾ ഒരു എക്സ്റ്റേണൽ പോയിന്റിൽ നിന്നും സർക്കിളിലേക്ക് വരയ്ക്കുന്ന മാക്സിമം രണ്ട് ടാൻജൻസുകളെ നമുക്ക് വരയ്ക്കാൻ പറ്റത്തുള്ളൂ. അതേപോലെ അത് സെന്ററിൽ ഉണ്ടാക്കുമ്പോൾ ഇവിടെ 90 ഡിഗ്രി വീതം ഉണ്ടാകുമെന്നറിയാം. ഈ സെന്ററിൽ നിന്നും ഓർക്കുക, ഇതാണ് ഇവിടുത്തെ ശ്രദ്ധിക്കേണ്ടുന്ന, അല്ലെങ്കിൽ നമ്മൾ മിസ് ചെയ്തു പോയ ഒരു പ്രോപ്പർട്ടി. പെട്ടെന്ന് ഇത്തരം കണക്കുകൾ അങ്ങനെ ചെയ്ത് മീൻസ് അങ്ങനെ കണ്ടിട്ടില്ല, മീൻസ് ചോദിച്ചു കേട്ടിട്ടില്ല. പക്ഷെ നമ്മുടെ ക്രിസ്മസ് പരീക്ഷയ്ക്ക് ചോദിച്ചു. അപ്പോൾ ഈ സെന്ററിൽ നിന്നും ഈ ഒരു പോയിന്റിലേക്ക്, അതായത് എക്സ്റ്റേണൽ പോയിന്റിലേക്ക് നമ്മളിങ്ങനെ വരച്ചാൽ, ശരിക്കും പറഞ്ഞാൽ
ഈ ആംഗിളിനെ അത് എന്ത് ചെയ്യും, സമഭാഗം ചെയ്യും അല്ലെങ്കിൽ ബൈസെക്ട് ചെയ്യും. കിട്ടിയോ? സർക്കിളിന്റെ സെന്ററിൽ നിന്നും ടാൻജന്റുകള് കൂട്ടിമുട്ടുന്ന ഈ പോയിന്റിലേക്ക് നമ്മൾ ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചാല് ആ പോയിന്റിൽ ഉണ്ടാക്കിയ ആംഗിളിനെ അതെന്ത് ചെയ്യും, സമഭാഗം ചെയ്യും. കിട്ടുന്നോ? ഇവിടുത്തെ കേസില് ഇത്രയും ഭാഗമാണ് നമ്മൾ ഓർക്കേണ്ടത്. അത് സർക്കിൾ ആണ്. ഓക്കെ, ഇവിടെയാണ് പി എന്ന് പറയുന്ന ഈ പോയിന്റ് കിടക്കുന്നത്. ഇവിടെ ഇങ്ങോട്ട് ഇത് ബിയിലേക്ക് മുട്ടിയിട്ടുണ്ട്. ഇത് ഇവിടുന്ന് ഇങ്ങോട്ട് ആറിലേക്ക് മുട്ടിയിട്ടുണ്ട്. ശരിയല്ലേ? ഇവിടെ ആറുണ്ട്, ഇവിടെ ബി ഉണ്ട്, ഇവിടെ പി ഉണ്ട്. ആണ് സെന്റർ. ശരിയല്ലേ? ഈ സെന്ററിൽ നിന്നും പിയിലേക്കാണ് വരച്ചേക്കുന്നത്. കണ്ടോ? സെന്ററിൽ നിന്നും പിയിലേക്കാണ്. നോക്കൂ, ഇത് എക്സ്റ്റേണൽ പോയിന്റ് ആണ്. അതിൽ നിന്ന് വരച്ചേക്കുന്ന രണ്ട് ടാൻജന്റ് ആണ് പി ബിയും പി ആറും. അത് രണ്ടും ഈക്വൽ ആണ്. അതുകൊണ്ട് തന്നെ സർക്കിളിന്റെ സെന്ററിൽ നിന്നും ഈ പിയിലേക്ക് ഒരു ലൈൻ വരച്ചാൽ അത് ഇതിനെ എന്ത് ചെയ്യും, ഈ മൊത്തം ആംഗിളിനെ എന്ത് ചെയ്യും, സമഭാഗം ചെയ്യും. പിടികിട്ടിയോ? ആ പോയിന്റ് ആണ് അല്ലെങ്കിൽ ആ പ്രോപ്പർട്ടി ആണ് നമ്മൾ മിസ് ചെയ്തു പോയത്. ഓർക്കാഞ്ഞത്. കാരണം അത്തരം കണക്കുകൾ നേരത്തെ അങ്ങനെ പെട്ടെന്ന് ചോദിച്ചു വന്നിട്ടില്ല. പ്രൂഫ് ചെയ്യാനൊക്കെ ചോദിക്കാറുണ്ടായിരുന്നു. ഓക്കെ, അതെന്തുകൊണ്ട് ഈക്വലായി എന്നൊക്കെ പറഞ്ഞ് പ്രൂഫ് ചെയ്യാൻ ചോദിക്കും. പക്ഷെ അതിങ്ങനെ ഒരു രീതിയിൽ ചോദിച്ച് നമ്മളങ്ങനെ ചെയ്തിട്ടില്ല. അതുകൊണ്ട് അതങ്ങ് മിസ് ചെയ്തു പോയി. ഓക്കെ, അപ്പൊ അത് ഓർത്തിരിക്കുക. അതും ആ മൈന്യൂട്ട് കാര്യം നമ്മൾ വളരെ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് മനസ്സിലായത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് കാര്യങ്ങൾ എളുപ്പമാണ്. ഒ പി ക്യു അല്ലേ? അതായത് ഈ ആംഗിൾ കണ്ടുപിടിച്ചാൽ മതി. മൊത്തം 110 ഡിഗ്രി ആണെന്ന് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ അതിന്റെ നേരെ പകുതി ആയിരിക്കും ഇവിടെ കിടക്കുന്നത്. ശരിയല്ലേ? അപ്പൊ ഒ പി ക്യു കാണാൻ ഹാഫ് ഓഫ് ആംഗിൾ ബി പി ക്യു, അതായത് 110ന്റെ പകുതി എത്രയാണ്? 55 ഡിഗ്രിയാണ്. ക്ലിയർ ആണോ? സെയിം സാധനം തന്നെ ഇവിടെ അപ്ലൈ ചെയ്യണം. അതായത് ക്യു ആറും ക്യു സിയും ഈക്വൽ ടാൻജന്റുകളാണ്. അതുകൊണ്ട് ഓയിൽ നിന്നും സെന്ററിൽ നിന്നും ക്യൂവിലേക്ക് വരയ്ക്കുന്ന ആ ലൈൻ ഇതിനെ സമഭാഗം ചെയ്യുന്നുണ്ട്. അപ്പൊ 120ന്റെ പകുതി ആയിരിക്കും. അതായത് ഹാഫ് ഓഫ് പി ക്യു സി അല്ലെ? ആംഗിൾ പി ക്യു സിയുടെ ആയിരിക്കും. അതായത് 120 ഡിഗ്രിയുടെ പകുതി നേരെ 60 ഡിഗ്രി ആയിരിക്കും അവിടെ കിടക്കുന്നത്. ഓക്കെ അല്ലേ? അത് മനസ്സിലായല്ലോ? ക്ലിയർ അല്ലേ? അപ്പൊ ഇത് 60 ഡിഗ്രി എന്ന് കിട്ടി, ഇത് 55 ഡിഗ്രി എന്നും കിട്ടി. ക്ലിയർ ആണല്ലോ? ഇത് 60 ഡിഗ്രി, ഇത് 55 ഡിഗ്രി. ഓക്കെ, ഇനി ഇത് തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ ഈ ആംഗിൾ കിട്ടും. അത് തമ്മിൽ കൂട്ടിയാൽ എത്ര കിട്ടും? 6 × 5 = 115 ഡിഗ്രി അല്ലേ? 115 ഡിഗ്രി കിട്ടും. 115 ഡിഗ്രി ആകുമ്പോഴത്തേക്കും എന്താണ് 115 ഡിഗ്രി 150 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 80 5 പോയാൽ 75, 75 10 പോയാൽ 60 കിട്ടും. സോ 65 ഡിഗ്രി. ഓക്കെ, ഓക്കെ അല്ലേ? ഇനി സി ചോദ്യമുണ്ട്. ഞാൻ എന്തിനാ അത് കണ്ടുപിടിച്ചെന്ന് ചോദിച്ചാൽ നേരത്തെ നമ്മൾ ഒന്ന് നോക്കിയായിരുന്നു. ഈ എന്താണ് എ ക്യു ഒ പി എന്ന് പറയുന്നത് ഒരു എന്താ അത് സൈക്ലിക് ആണോ അല്ലയോ എന്നുള്ള രീതിയിൽ ചോദിച്ചിട്ടുണ്ട്. എ പി ഒ ക്യു ഇസ് എ സൈക്ലിക്. നോക്കൂ, എ പി ഒ ക്യു, ഞാനത് മാത്രം ഇങ്ങോട്ടൊന്ന് വരയ്ക്കാം. ഇങ്ങനെയാണ് കിടക്കുന്നത്. അതിനകത്ത് എ പി അല്ല, ഈ എ എന്ന് പറയുന്നത് 50 ഡിഗ്രിയാണ്. ക്യൂ എന്ന് പറയുന്നത് മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു 60, അപ്പുറത്ത് ഒരു 60, മൊത്തത്തിൽ 120 വരും. മേളില് ഇവിടെ ഒരു 70, 55, 125 ഡിഗ്രി വരും. അപ്പൊ തന്നെ നമുക്കറിയാം അതല്ല എന്നുള്ളത് അല്ലേ? സൈക്ലിക് ആകണമെങ്കിൽ
ഓപ്പോസിറ്റ് ആംഗിളുകളുടെ സമ്മ് എന്തായിരിക്കണം? 180 ഡിഗ്രി ആയിരിക്കണം. അത് കണ്ടോ, ഇവിടെ തന്നെ രണ്ടും 120. അന്നേരം തന്നെ 240 മണ്ടയ്ക്കാണ് അത് തമ്മിൽ കൂട്ടിയാൽ കിട്ടുന്നത്. ശരിയല്ലേ? അതുകൊണ്ട് തന്നെ അത് അല്ല എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി. അതായത് നോട്ട് സൈക്ലിക് അല്ലേ? സൈക്ലിക് അല്ല. റീസൺ എന്താണ്? സം ഓഫ് ഓപ്പോസിറ്റ് ആംഗിൾസ് ഈസ് നോട്ട് 180 ഡിഗ്രി. ഓക്കെ, അങ്ങനെ നമുക്ക് അത് പ്രൂഫ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, നമ്മുടെ സമയം കുറെ പോയത് ഈ ഒരു പ്രോപ്പർട്ടി വെച്ചിട്ടാണ്. അത് മിസ് ചെയ്ത് പോകരുത്. എന്തൊക്കെയാണ്? ഒരു സർക്കിളിന് വെളിയിലുള്ള പോയിന്റിൽ നിന്നും സർക്കിളിലേക്ക് വരയ്ക്കാൻ പറ്റുന്ന മാക്സിമം ടാൻജന്റുകളുടെ എണ്ണം 2 ആണെന്നും അത് തുല്യമാണെന്നും നമ്മൾ എപ്പോഴും പറയാറുണ്ട്. പക്ഷെ അങ്ങനെ വരയ്ക്കുന്ന സാധനത്തിന് അല്ലെങ്കിൽ ടാൻജന്റുകളുടെ ഈ പോയിന്റിലേക്ക് സെന്ററിൽ നിന്നും ഒരു ലൈൻ വരച്ചാൽ അത് ഈ എക്സ്റ്റേണൽ, അതായത് സർക്കിളിന് വെളിയിലുള്ള പോയിന്റിൽ ഉണ്ടാക്കിയ ടാൻജന്റുകൾക്കിടയിലുള്ള ആംഗിളിനെ അതെന്ത് ചെയ്യുന്നു? ബൈസെക്ട് ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ ഓർത്തു വെക്കണം. കിട്ടിയോ? അപ്പൊ അത് ഒന്ന് നോട്ട് ചെയ്യുക. ഈ കണക്കൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. നമുക്ക് എന്താണ് സമയം പോവും. അങ്ങനെ പോകാതിരിക്കണമെങ്കിൽ ഇതുകൂടി എന്ത് ചെയ്യുക? നമ്മൾ പെട്ടെന്ന് ഓർത്ത് വെച്ചിരിക്കുക. ഓക്കെ.